ഹലോ ചങ്കുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കാരി റഹീമ കൊച്ചു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണല്ലേ, ഹാപ്പി സൺഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണ്. അപ്പോൾ ആർ.കെ. ഏഞ്ചൽസിൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ട് വിശേഷങ്ങളൊന്നല്ല പറയാനുള്ളത്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എൻ്റെ ചെറുപ്പകാലത്തിലെ കുറച്ച് എന്താ പറയുക, മക്കളൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പണ്ടത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്ന്, അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറേ പ്രശ്നങ്ങൾ, സങ്കടങ്ങളും അറിയാലോ. നമ്മളിപ്പോൾ പഴയ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിലപ്പോൾ പൈസ ഉള്ള ആൾക്കാരുണ്ടായിട്ടുണ്ടാകും, പൈസ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുട്ടിക്കാലം തന്നെയായിരുന്നു. പട്ടിണി കിടന്നിട്ടുണ്ട്, നല്ല ഡ്രസ്സ് കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്, നല്ല ഭക്ഷണത്തിന് കൊതിച്ചിട്ടുണ്ട്. എന്താ പറയുക, ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാത്ത ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്വന്തക്കാരായാലും അടുത്തുള്ള വീട്ടുകാരൊക്കെ ആയാലും നല്ല നല്ല ഡ്രസ്സ് ഇടുമ്പോഴും അവർക്കിടെ ആ ഒരു എൻജോയ്മെൻറ്റ് കാണുമ്പോൾ ഒക്കെ ഒരുപാട് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു എൻജോയ്മെൻറ്റുകളൊന്നും ഇല്ലാണ്ട് ഒരു ഉമ്മയുടെ 3 പെൺമക്കൾ, പാപ്പ ഗൾഫിലായിരുന്നു. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്തൊക്കെ. അപ്പോൾ അത്രയും കഷ്ടപ്പാടും ദാരിദ്ര്യം നിറഞ്ഞൊരു കുട്ടിക്കാലമായിരുന്നു എൻ്റെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. പക്ഷെ അത് ഇന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന് ഇവിടം വരെയൊക്കെ എത്താനൊക്കെ പറ്റിയില്ല നമുക്ക്. അപ്പോൾ അതന്നെ വലിയൊരു ഭാഗ്യം, പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹമാണ് നമുക്കത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല, അന്ന് കുട്ടിക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സങ്കടമൊക്കെ വരുമ്പോൾ ഉമ്മ ഇങ്ങനെ എപ്പോഴും വിഷമിച്ചൊക്കെ ഇരിക്കണം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എനിക്ക് മൂത്ത ഒരാളുണ്ട്, എനിക്ക് താഴെ ഒരാളുണ്ട്, ഞാൻ നടുക്കഷ്ണാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ മൂത്തോളായാലും ഇളയോളായാലും എന്നെപ്പോലെ ഇങ്ങനെ ഇതായിട്ട് അവരൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഇന്നും കുറച്ച് എല്ലാവരും പറയും ഭയങ്കര തെറിച്ച സാധനമാണെന്ന്. എനിക്കത് കേൾക്കാൻ തന്നെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബാഡ് കമൻറ്റ് വരാൻ വഴിയുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്ത് ബാഡ് കമൻറ്റ് വന്നാലും പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുപ്പകാലത്തിൽ എപ്പോഴും കാണുന്നൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മയുടെ കരഞ്ഞ മുഖമാണ്. എൻ്റെ ഉമ്മിച്ചി ഇങ്ങനെ നിസ്കരിക്കുമ്പോഴായാലും ഇങ്ങനെ ഏത് നേരവും സങ്കടപ്പെട്ടിരിക്കുന്നൊരു ഇതായിരുന്നു. കാരണം അന്നത്തെ കഷ്ടപ്പാട് അത്രയ്ക്കുണ്ട്, കുറേ വിഷമങ്ങളും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ കണ്ട് വളർന്നിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ അന്ന് ഉമ്മിച്ചിനെ ചിരിപ്പിക്കാൻ വേണ്ടിക്ക് ഞാനൊരു കോപ്രായം കാണിക്കുമല്ലോ. എനിക്ക് പറ്റാന്ന് അതിപ്പോഴും ആയാലും മക്കളായാലും ചിരിക്കാൻ വേണ്ടിക്ക്, മക്കൾ വിഷമിച്ചിരിക്കുമ്പോഴായാലും ഇപ്പോഴായാലും ഞാനതൊക്കെ കാണിക്കട്ടെ. ഞാൻ അന്നും ഇന്നും അതേ സ്വഭാവം തന്നെയാണ്. എനിക്കിങ്ങനെ എല്ലാവരും ചിരിപ്പിക്കണം എന്നൊരു ആഗ്രഹമാണ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. അതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയും ഒരു ആഗ്രഹമൊക്കെ. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ചിരിച്ചിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ എൻ്റെ ഉമ്മിച്ചായാലും എൻ്റെ കൂടപ്പിറപ്പുകളായാലും വിഷമിച്ചൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമങ്ങളായിരിക്കും നമ്മുടെ വീട്ടിൽ. അപ്പോൾ അന്ന് ഞാൻ കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന മെയിൻ ഒരു ക്യാരക്ടറുണ്ട്, ആമിനത്താത്ത. ആമിനത്താത്ത നമുക്ക് നിങ്ങളൊക്കെ കണ്ട പണ്ട് TV പ്രോഗ്രാമിലൊക്കെ എപ്പോഴും വരുന്നതാണ്. സാജു 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 അല്ലേ, സാജു കൊടിയനല്ലേ, അബിക്ക ചെയ്യണതുണ്ട്. പിന്നെ സാജു കൊടിയൻ, അബിക്ക ചെയ്യണ കണ്ടിട്ടുണ്ട്, സാജു കൊടിയൻ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ അന്നത്തെ TV പ്രോഗ്രാമിലൊക്കെ എപ്പോഴും ഒന്ന് ആമിനത്താത്താനെ ചെയ്യണത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് ഞാൻ എൻ്റെ ഉമ്മിച്ചിയുടെ മുമ്പിലും എൻ്റെ കൂടപ്പിറപ്പുകളുടെ മുമ്പിലും ഒന്ന് കാണിക്കുമ്പോഴില്ല, അവർ എല്ലാ സങ്കടവും മറന്നിട്ട് പിന്നെ അവിടെ ചിരി പൂരാണ്. കാരണം ഞാൻ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാനത് ചെയ്യണത്. അപ്പോൾ ഇന്ന് ഞാൻ അത് ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ച് അന്നത്തെ ഒരു കാലം, അന്ന് എൻ്റെ ഉമ്മാനൊക്കെ ഞാൻ അത് വെച്ചിട്ട് എന്തോരം ചിരിപ്പിച്ചേക്കണേ. സത്യം പറയല, ഇന്ന് ഞാൻ ഇവിടെയും എൻ്റെ മക്കളെ ആ ഒരു കോപ്രായമല്ല, ആ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ച് എൻ്റെ മക്കളെ ഞാൻ ചിരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ ഞാനത് കാണിച്ചു തരികയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു കോപ്രായമായിട്ട് തോന്നും, കോമാളിത്തരമായിട്ട് തോന്നും. പക്ഷേ എനിക്കത് ഇന്നും എൻ്റെ മക്കളെ ചിരിപ്പിക്കാനായാലും ഞാൻ ചെയ്യുന്നൊരു, അത് കോമാളിത്തരാണെങ്കിൽ അത് അങ്ങനെ തന്നെ, അത് ക്യാരക്ടറാണെങ്കിൽ അത് അങ്ങനെ തന്നെ. അപ്പോൾ ഇന്നും ഞാനത് എൻ്റെ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യം, എൻ്റെ മക്കൾക്ക് മുമ്പിൽ, അത് എൻ്റെ മക്കൾ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ, തല്ല് പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇവർ ചിരിപ്പിക്കാൻ വേണ്ടിക്ക് ഇന്നും ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇന്ന് അങ്ങനെ ഇരുന്ന് ഓർമ്മ വന്നപ്പോൾ ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ അതൊന്ന് ചെയ്യാൻ വേണ്ടിക്ക് ചെയ്യണം. അപ്പോൾ ഇതെൻ്റെ ഉമ്മ കാണണം. എൻ്റെ വീട് മാളെ തന്നെയാണ്. എൻ്റെ ഉമ്മച്ചി 24 വർഷമായിട്ട് എന്നോട് മിണ്ടാറില്ല കേട്ടോ. കാരണം എൻ്റെ ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ ഉമ്മാനെ ഞാൻ 24 വർഷമായിട്ട് കണ്ടിട്ടില്ല. എനിക്കതിനകത്ത് പിണക്കൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ കുറുമ്പ് ചെയ്തതുകൊണ്ടാണല്ലോ. കാരണം നമ്മുടെ മക്കളായാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ.
ഇന്നത്തെ മാതാപിതാക്കളൊക്കെ ക്ഷമിക്കുന്നുണ്ട്, കാരണം മക്കളാർക്കും കളഞ്ഞ് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല എത്ര തെറ്റ് ചെയ്താലും. പക്ഷേ എൻ്റെ ഉമ്മാക്ക് അന്നും ഇന്നും ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല. എൻ്റെ ഉമ്മ എവിടെയായിരുന്നാലും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ഉമ്മ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടു ഉമ്മിച്ച് എന്നോട് മിണ്ടാൻ വേണ്ടിക്കൊന്നല്ല കേട്ടോ, എന്നാലും ഉമ്മിച്ച് കുറച്ച് നേരം ചിലപ്പോൾ ചിരിക്കില്ല. എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ ചിരിക്കും എന്നുള്ളത് എനിക്ക് 101% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആമിനത്താത്ത ഇവിടെ റെഡിയാണ് ചങ്കളെ. അപ്പോൾ നമുക്ക് ആമിനത്താത്തയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതെങ്ങനെയുണ്ട് കോസ്റ്റ്യൂം? അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഈ പെണ്ണുപിള്ളിക്ക് പ്രാന്താണെന്ന് വിചാരിക്കും. സത്യം പറയില്ല, എനിക്ക് കുറച്ച് പ്രാന്തുണ്ട് കേട്ടോ, അതെല്ലാവരും പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഈ പ്രാന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കും എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് എനിക്ക് ചുറ്റും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഈ പ്രാന്തിൽ പിന്നെ ഞാനില്ല. അപ്പോൾ എന്നെ പ്രാന്തത്തേക്ക് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടംമാതിരി ബാഡ് കമൻറ്റ് വരുന്നറിയാം. എന്നാലും വളരെ വളരെ സ്വാഗതം ബാഡ് കമൻറ്റിന്, കാരണം ബാഡ് കമൻറ്റാണ് നമ്മളുടെ ഉയർച്ചയ്ക്ക് കാരണം അല്ലേ. അപ്പോൾ നമുക്ക് ആമിനത്താത്തയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഉമ്മിച്ചിക്ക് വേണ്ടിക്ക്, എൻ്റെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിക്ക് ഞാനിത് ഈ ഒരു വീഡിയോ, ഈ ഒരു ക്യാരക്ടർ സമർപ്പിക്കുകയാണ്. അല്ലാ, ഇതാര് വന്നേക്കണേ? പടച്ചോനെ, ഇഞ്ചി കണ്ട ഇതാരിത്? എൻ്റെ പൊന്നെ, ഐഷാബിയല്ലേ വന്നേക്കണത്. കണ്ണ് കണ്ടൂടെ മോളെ, പഴയ ആയില്ലേ, കുറേ വയസ്സൊക്കെ ആയില്ലേ, കണ്ണൊന്നും കാണുന്നില്ല. അല്ല പിള്ളേ, നിനക്ക് എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമാണോ? മക്കളൊക്കെ സുഖമായിട്ടിരിക്കണോ? അത് കേട്ടാൽ മതി ഉമ്മക്ക്. ഉമ്മാടെ കാര്യമൊന്നും പറയണ്ട മോനെ. ഉമ്മക്ക് എപ്പോഴും മേലുവേദന, കാലുവേദന, നടക്കാനൊന്നും വയ്യ. ഇരിക്കുമ്പോൾ തോന്നും നടക്കണം, നടക്കുമ്പോൾ തോന്നും ഇരിക്കണമെന്ന്, പിന്നെ തോന്നും കിടക്കണമെന്ന്. കിടന്നാൽ പിന്നെ എഴുന്നേക്കേമില്ല. വയസ്സായേ. അപ്പം ഇതൊക്കെയാണ് ഉമ്മാടെ അസുഖങ്ങൾ മോനെ. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. പിന്നെ നാട്ടുകാർ കുറച്ച് പേര് പറയുന്നുണ്ട് ഉമ്മാക്ക് കുറച്ച് പ്രാന്തിൻ്റെ അസുഖം ഉണ്ടെന്ന്. മോനിക്കാൻ ഉമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കിയേ, വല്ല കുഴപ്പമുണ്ടോന്ന് ഒന്ന് നോക്കിയേ. ഉണ്ടാ വല്ല കുഴപ്പമുണ്ടാ? ഉമ്മാനെ കാണുമ്പോൾ എല്ലാവരും പറയണ് അവൾക്ക് പ്രാന്താണ്, അവൾക്ക് പ്രാന്താണെന്ന്. അതെന്താ മോനെ അങ്ങനെ പറയണമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല പിള്ളേ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഉമ്മ പറഞ്ഞു വന്നത് വേറൊന്നല്ല, ആർക്ക് ഏഞ്ചൽസ് പറഞ്ഞിട്ടൊരു ചാനൽ ഉമ്മ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ മക്കളൊന്ന് കുറച്ച് പേരൊക്കെ ഒന്ന് മനസ്സ് വിചാരിച്ച് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും മക്കളെ. സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ, ആ ബെൽ ബട്ടൺ ഒന്ന് പിടിച്ചങ്ങോട്ട് അമർത്തിക്കോ, ഒന്ന് ലൈക്കും ചെയ്തോ, പറ്റുമെങ്കിൽ കുറച്ച് കമൻറ്റ് ഇട്ടോ. ചീത്ത കമൻ്റ് ആയാലും നല്ല കമൻ്റ് ആയാലും ഉമ്മാക്കതൊരു സന്തോഷമല്ലയോ? അപ്പം ഇടോ മക്കളെ. ഓക്കെ ഓക്കെ ഓക്കെ, എൻ്റെ മക്കൾ ഇടുമെന്ന് എനിക്കറിയാം. ഉമ്മാനെ ഇഷ്ടമായോ? ഇഷ്ടമാവാത്തവരുണ്ടാവുന്നേ. ഇഷ്ടമാവാത്തവരായാലും ഇഷ്ടമുള്ളവരായാലും ഉമ്മാക്ക് സന്തോഷം തന്നെ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലയോ? പടച്ചോനെ, എൻ്റെ കഞ്ഞി അവിടെ കിടന്ന് തിളച്ച് മറിയാനുണ്ട്, മണം വരുന്നുണ്ട് കേട്ടാ. ഉമ്മ അത് പോയി ഒന്ന് ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോഴേക്കും കഞ്ഞി പായസം. ഉച്ചയ്ക്ക് പിള്ളേർ ഇപ്പോൾ വരും ചോറിനാനായിട്ടേ, അവർ പള്ളിയിൽ പോയേക്കല്ലേ. അപ്പം ശരി മക്കൾ, ഉമ്മ പോട്ടെ, ടാറ്റാ. അപ്പോൾ ചങ്കള എങ്ങനെയുണ്ട് ഉമ്മ? കൊള്ളില്ല അല്ലേ? എന്നാലും കുഴപ്പമില്ല. ഇതെൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടിക്ക്. കാരണം ഞാൻ പറയില്ല, എൻ്റെ ഉമ്മ ഇത് കണ്ട ചിലപ്പോൾ കുറച്ച് നേരം ചിലപ്പോൾ ചിരിക്കായിരിക്കും. ചിലപ്പോൾ ഉമ്മ പറയിരിക്കും ഇവളുടെ അസുഖം മാറില്ല, ഇവൾക്ക് പ്രാന്ത് തന്നെയാണോ എന്ന് ഉമ്മ ചിലപ്പോൾ ചിന്തിക്കും. ചിലപ്പോൾ അത് പറയാനും വഴിയുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ടാറ്റ ചങ്കള. അപ്പോൾ നമ്മുടെ ആർക്ക് ഏഞ്ചൽസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചങ്കള, ഇന്ന് ഹാപ്പി സൺഡേ ആണെന്ന്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം, ആരോഗ്യം, സന്തോഷം, സമാധാനവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്ക് ഏഞ്ചൽസ് ഇന്നത്തെ ആ ഒരു വിശേഷങ്ങളിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങൾ കാണാം. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു ഒരു കോഴിക്കഥ നമ്മൾ 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തിരുന്നു, അപ്പോൾ അതിന് സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കണമെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു. എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു 2-3 പേര്. പിന്നെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, കാരണം അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായാലും നിങ്ങൾക്ക് മുമ്പിൽ ഉടനെ വരുന്നതായിരിക്കും.
ആയിരിക്കും. പിന്നെ നമ്മുടെ അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഞാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ അതിങ്ങനെ കയറി പോയി. ഇപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ടായിരിക്കും തോന്നുന്നത്. അതൊരു 30K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ തന്നെ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കൊക്കെ. അപ്പോൾ ഓക്കെ ചങ്കളെ, ടാറ്റാ ബൈ ബൈ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ. ആർക്കെ ഏഞ്ചൽസ് മറക്കല്ലേ മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.